സംസ്ഥാനത്തെ 55 ലക്ഷത്തോളം വരുന്ന വീടുകളിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ വീടുകളിൽ നാളെ ഡിസംബർ 2-ാം തീയതി മുതൽ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധനയ്ക്ക് എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പെൻഷൻ വാങ്ങുന്ന അനർഹരെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൽ നിന്നും ശമ്പളം വാങ്ങുന്നവരുൾപ്പെടെ അല്ലെങ്കിൽ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവരുൾപ്പെടെ ഈ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നതായിട്ട് തെളിഞ്ഞതോടെ തന്നെ ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പല മാർഗങ്ങളിലൂടെ അനർഹമായിട്ട് വാങ്ങുന്ന ഒരുപാട് ഗുണഭോക്താക്കൾ ഉണ്ടായിരിക്കാമെന്നാണ് സർക്കാരിൻ്റെ പുതിയ കണ്ടെത്തൽ. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരുപാട് വരുന്ന പാവപ്പെട്ടവർ അല്ലെങ്കിൽ ഒരുപാട് വരുന്ന അർഹരായിട്ടുള്ളവർ ഈ പട്ടികയിൽ നിന്ന് പുറത്തുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്കെല്ലാം കൃത്യസമയത്ത് ഇനി പെൻഷൻ നൽകുന്നതിനും അതോടൊപ്പം തന്നെ അനർഹമായിട്ട് വാങ്ങുന്ന ആളുകളിൽ നിന്നും പലിശയടക്കം അവർ ഇത്രയും നാൾ കൈപ്പറ്റിയ തുക മുഴുവൻ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തിച്ചേരുക. നമ്മളുടെ വീടുകളിലും ഉദ്യോഗസ്ഥർ എത്തിച്ചേരും. വീടുകളിൽ എത്തിച്ചേരുന്ന സമയത്ത് സർക്കാർ പ്രധാനമായിട്ട് 4 പ്രധാന കാര്യങ്ങളായിരിക്കും പരിശോധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെല്ലാം വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അംഗത്വം എടുത്തിട്ടുള്ളത്. 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്കാണ്, വാർഷിക വരുമാനമുള്ളവർക്കാണ് പെൻഷൻ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വാർഷിക വരുമാനം, കുടുംബ വാർഷിക വരുമാനം കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് സാധ്യതയുണ്ട്. വിവാഹിതരായ മക്കളൊഴികെയുള്ള ബാക്കി എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നും എല്ലാം ആർജിച്ചെടുക്കുന്ന വരുമാനമാണ് ഇവർ കണക്കാക്കുന്നത്. ഇത് 1 ലക്ഷത്തിന് മുകളിലേക്ക് പോകുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ നിന്നും നമ്മളെ പുറത്തേക്ക് മാറ്റപ്പെടും. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പാർപ്പിടത്തിൻ്റെ വിസ്തീർണം ഇത് കൃത്യമായിട്ട് ഒരു മാനദണ്ഡത്തിന് വിധേയമാകാറുണ്ട്. സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് പറയുന്നത് 2000 സ്ക്വയർ ഫീറ്റോ അതിനു മുകളിലോ വിസ്തീർണമുള്ള വീടുകൾ, അത്തരം വീടുകളെ ആഡംബര വീടുകളായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലാണ് പെൻഷൻ ഗുണഭോക്താവ് കഴിയുന്നത് എങ്കിൽ, വാർദ്ധക്യകാല പെൻഷനൊക്കെ വാങ്ങുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ളൊരു വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് എങ്കിൽ അതും അയോഗ്യതയുടെ ഒരു മാനദണ്ഡമായിട്ട് കണ്ട് അദ്ദേഹത്തെ പുറത്താക്കുക തന്നെ ചെയ്യും. ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിന് 4 ചക്ര വാഹനമുണ്ട് എങ്കിൽ അതും അയോഗ്യതയായിട്ട് കണക്കാക്കാനാണ് തീരുമാനം. ഇതെല്ലാം ഭൗതിക നിലവാര പരിശോധനയിൽ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ പരിശോധനാ വിധേയമാക്കി ആളുകളെ പുറത്താക്കുക തന്നെ ചെയ്യും. ഇനി ഇതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിൽ AC ഉണ്ട് എങ്കിൽ അതും ആഡംബര വസ്തുവിൻ്റെ ഗണത്തിൽപ്പെടുത്തി ആളുകളെ പുറത്താക്കുന്ന ഒരു രീതിയുണ്ട്. ഇതുകൂടി കർശനമായിട്ട് പരിശോധിക്കും. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ തന്നെ നമ്മൾ ഭൗതിക നിലവാരം ഈ പറയുന്ന സാഹചര്യങ്ങളിലൂടെ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവ പരിശോധന വിധേയമാക്കി അപ്പോൾ തന്നെ ഈ അപേക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ പെൻഷൻ അപേക്ഷ ഇത് അർഹതയുള്ള അപേക്ഷയാണോ അല്ലെങ്കിൽ അനർഹമാണോ എന്ന് കൃത്യമായിട്ട് ആ സമയം തന്നെ ഉദ്യോഗസ്ഥർ വിലയിരുത്തും. അതിനുശേഷം ഒരു പക്ഷേ നമ്മൾ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കാതെ നമ്മളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൗണ്ട് നിർജീവമാക്കപ്പെടുന്ന ഒരു രീതിയിലേക്കായിരിക്കും മാറ്റപ്പെടുന്നത്. പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് 5 മാസത്തോളം കുടിശ്ശികയുണ്ട്. അപ്പോൾ വലിയധികം, അതായത് 62 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഈ പെൻഷനൊക്കെ വാങ്ങുന്നത്. വലിയൊരു തുക തന്നെ, മാസം 1000 കോടി രൂപയ്ക്ക് അടുത്ത് സർക്കാർ ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ അനർഹമായ ആളുകളെ കണ്ടെത്തി പുറത്താക്കി കഴിഞ്ഞാൽ അർഹതയുള്ള എല്ലാവർക്കും മുടങ്ങാതെ സഹായം എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കണക്കുകൂട്ടലുകൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പെൻഷൻ പദ്ധതിയിൽ നിന്നും സ്വയമേ മാറാൻ താല്പര്യമുള്ളവർക്ക് അത് പഞ്ചായത്തിൽ അറിയിച്ച് പദ്ധതിയിൽ നിന്നും മാറാനുള്ള അവസരവും ഉണ്ടായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം അറിയിപ്പ് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.